ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൻ മാജിക്. നല്ല സ്വാദിഷ്ടമായ ഒരു ജാതിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇനി ഇതുപോലെ ജാതിക്കയിൽ നിന്ന് ജാതിക്ക എടുത്തു മാറ്റിയതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള പുറന്തോടാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇനി ജാതിക്കയുടെ പുറന്തോട് എടുത്ത് അതിൻ്റെ തൊലി നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് ഞാൻ ഒന്ന് മൂടി വെക്കുന്നത്. ഇനി അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1-2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളുത്തുള്ളി എടുക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കിട്ടണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ജാതിക്കയുടെ കുത്തൽ ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ക്യാരറ്റും ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുക്കണം. അതിൻ്റെ ജലാംശം എല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ അച്ചാർ വേഗം ചീത്താകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് എണ്ണയിലേക്ക് പൊടികൾ ഇടുമ്പോൾ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 6 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്ന എത്ര കിലോ ആണോ അതനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാൻ. ഇനി ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിന് മുകളിൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസോളം ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആവശ്യത്തിനുള്ള വെള്ളമാവും. ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഞാനിവിടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് വെള്ളം മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. ക്യാരറ്റും ഉണക്കമാങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് ജാതിക്കയുടെ ആ കുത്തൽ ഒഴിവാക്കാൻ പറ്റും. ഇത്തരത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ജാതിക്ക അച്ചാർ കഴിക്കാത്തവർ പോലും തീർച്ചയായിട്ടും കഴിക്കുന്നതായിരിക്കും. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നനവുള്ള ഒരു ബോട്ടിലിലും ഇത് സ്റ്റോർ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തിലാണോ ഇട്ട് വെക്കുന്നത് അത് നന്നായി കഴുകി തുടച്ചെടുക്കുക. അതുപോലെ തന്നെ സ്പൂണും തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ആവശ്യം.
എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വെറൈറ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ലൈക്ക് മറക്കല്ലേ.